ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പഠന പരമ്പരയുടെ 19ാമത്തെ ദിവസത്തിലേക്ക്, അല്ലെങ്കിൽ 19ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിത്യജീവിതത്തിലുള്ള പ്രത്യാശ, രക്ഷയുടെ അച്ചാരം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. വിശ്വാസ പ്രമാണത്തിൻ്റെ അടിത്തറയൊക്കെ നമ്മൾ കണ്ടതാണ്. ക്രൈസ്തവ ജീവിതത്തിലെ പ്രത്യാശയുടെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രമാണം. എൻ്റെ അവസാനത്തെ വാക്കുകൾ ഇങ്ങനെയാണല്ലോ: നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നിർണായകമായൊരു അടിത്തറയാണ്. ക്രൈസ്തവ പ്രത്യാശയ്ക്ക് ഈ വാക്കുകളിൽ നിർണായകമായൊരു അടിത്തറയുണ്ട്. ഇത് നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രത്യാശയുടെ നിർവചനമാണ് അത്. നാം അഭിലഷിക്കുന്ന ദൈവീക സുഹൃതമാണ് അത്. നമ്മുടെ നിത്യജീവൻ്റെ ആനന്ദമാണ്. പ്രത്യാശ എന്നത് നാം അഭിലഷിക്കുന്ന ദൈവീക സുഹൃതവും നമ്മുടെ നിത്യജീവൻ്റെ ആനന്ദവുമാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. നിത്യജീവിതത്തിലുള്ള പ്രത്യാശ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യവും ദിശയും നൽകുന്നത് എന്നും ഈ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തൊക്കെയാണെന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വികലത മനുഷ്യജീവിതത്തിലുണ്ടാവും. അതായത് നിത്യമായ ജീവിതം എന്ന പ്രത്യാശയിൽ നിന്നും മനുഷ്യൻ അകറ്റപ്പെടുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ് ഒരു വികലത മനുഷ്യനുണ്ടാവുകയാണ് എല്ലാ മേഖലയിലും. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിരീക്ഷണം എങ്ങനെയാണ്? ഈ ദിവ്യമായ പിന്തുണയിൽ നിന്നും നിത്യമായ ജീവിതം എന്ന പ്രത്യാശയിൽ നിന്നും മനുഷ്യൻ അകറ്റപ്പെടുമ്പോൾ അവരുടെ അന്തസ്സ് ആഴത്തിൽ വികലമാകുന്നു. നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ ചിന്ത, സംസാരം, പെരുമാറ്റം നമ്മൾ ക്ലാസ്സിലൂടെ കണ്ടതാണ്. അങ്ങനെയുള്ള വരുമ്പോഴത്തേക്കും അവർ നിമിഷ നേരത്തേക്കുള്ള ചില സന്തോഷങ്ങളിലേക്ക്, ലഹരികളിലേക്ക്, മറ്റുള്ള ഭ്രമങ്ങളിലേക്കൊക്കെ പോകുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതായത് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യൻ്റെ അന്തസ്സ് ആഴത്തിൽ വികലമായി തീരും. അവൻ മനുഷ്യനല്ലാതായി തീരുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. ഒന്ന്, ജീവൻ്റെയും മരണത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോവുകയാണ്. അങ്ങനെ മനുഷ്യൻ്റെ അന്തസ്സ് ആഴത്തിൽ വികലമാക്കപ്പെടുമ്പോൾ ജീവൻ്റെയും മരണത്തെയും തമ്മിലുള്ള ആ മേഖലകൾ വികലമാക്കപ്പെടും. ജീവനെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോകും. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൂടി വരും. കുറ്റബോധത്തിൻ്റെ മേഖലകൾ, സഹനത്തിൻ്റെ മേഖലകളെ, കുറ്റബോധത്തിൻ്റെ കാര്യങ്ങൾ കടന്നു വരും. രക്ഷകനായ എനിക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച ക്രിസ്തു എൻ്റെ പാപങ്ങൾ മോചിക്കുമെന്നുള്ളൊരു ചിന്തയേക്കാൾ ഉപരിയായിട്ട് കുറ്റബോധം കൂടുതൽ വളർന്നു വരും. സഹനം വരുമ്പോഴത്തേക്കും അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നിത്യജീവനിലേക്കുള്ള പ്രത്യാശയുള്ളവന് മാത്രമേ ഈ സഹനത്തെ പ്രത്യാശയോടെ കാണാനായിട്ട് സാധിക്കുള്ളൂ. പൗലോസ് ശ്ലീഹ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അതാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുക. ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യൻ്റെ അന്തസ്സ് ആഴത്തിൽ വികലമാകുമെന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യൻ ഇച്ഛാഭംഗത്തിലേക്ക് കൂടെ വലിച്ചെറിയപ്പെടും. ഇങ്ങനെ ഇച്ഛാഭംഗത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യൻ പ്രത്യാശയില്ലാത്തവനായി തീരുമ്പോൾ ജീവനെ കുറിച്ചും അതുപോലെ തന്നെ ജീവൻ്റെയും മരണത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ വീണ്ടും പരിഹരിക്കപ്പെടാതെ മനുഷ്യകുലത്തിൻ്റെ ഇടയിൽ നിലനിൽക്കും. അല്ലെങ്കിൽ ഈ ലോക ജീവിതം മാത്രമാണ് എല്ലാം എന്ന് വിശ്വസിക്കുമ്പോൾ കഷ്ടപ്പാടുകൾക്ക് അർത്ഥം കണ്ടെത്താൻ കഴിയാതെ വരും. അതാണ് എൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഇനി ഇച്ഛാഭംഗത്തിലേക്ക് പോയി കഴിയുമ്പം ഈ ലോകം ജീവിതം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊരു ചിന്ത വരും. അപ്പോൾ ഈ ലോകത്തിൽ പലതും നേടാൻ വേണ്ടി പരിശ്രമിക്കും. മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വികലമായ ചില കാര്യങ്ങളുടെ പുറകെ പോകും. അപ്പോൾ കുറച്ചും കൂടെ കുറ്റബോധത്തിലേക്ക് പോകും. വീണ്ടും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വീണ്ടും ഈ ഇച്ഛാഭംഗത്തിലേക്ക് പോയി ഈ ലോകത്തിൻ്റേതല്ലാതെ മറ്റൊരു ലോകമുണ്ട് എന്ന്, നിത്യജീവനുണ്ട് എന്ന് പറയുന്നൊരു കാര്യം തന്നെ മറന്നു പോകും. പ്രത്യാശയില്ലാത്തതിൻ്റെ ഏറ്റവും വലിയൊരു ഫലമാണ്. അപ്പം പ്രത്യാശയുടെ സുഹൃതം നമ്മൾ അഭ്യസിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യാശ എന്ന സുഹൃതം കടന്നു പോകുന്ന കാലത്തെ ഉറപ്പോടെ നോക്കിക്കാണാൻ നമ്മെ സഹായിക്കുന്നതാണ്. സഹനങ്ങളുണ്ടായാലും, വേദനകളുണ്ടായാലും, കുറവുകളുണ്ടായാലും, വീഴ്ചകളുണ്ടായാലും
ഈശോയുടെ ഉത്ഥാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ രക്ഷയുടെ അച്ചാരം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ അച്ചാരമാണ്. ഗ്യാരൻറ്റി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് രക്ഷയുടെ അച്ചാരമാണ്. നമ്മുടെ ചരിത്രം നയിക്കപ്പെടുന്നത് ഇരുണ്ട നരകത്തിലേക്കോ പുരോഗമിക്കാത്ത അന്ധഘട്ടത്തിലേക്കോ അല്ല, മറിച്ച് ഉദ്ധിതനായ ഈശോയിലേക്കാണ്. നമ്മൾ നയിക്കപ്പെടുന്നത് മഹത്വത്തിൻ്റെ കർത്താവുമായ കണ്ടുമുട്ടുന്നതിലേക്കുള്ള ദിശയിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ്. നമ്മൾ നയിക്കപ്പെടേണ്ടത് അങ്ങോട്ടാണ്, ഇരുണ്ട ഒരു യുഗത്തിലേക്കോ നരകത്തിൻ്റെ മേഖലകളിലോട്ടല്ല. അതായത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്ന ഉറപ്പാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. മഹത്വത്തിൻ്റെ കർത്താവുമായി കണ്ടുമുട്ടാനുള്ള യാത്ര, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം, അതിലേക്ക് നമ്മുടെ യാത്രകളെല്ലാം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ഗ്യാരൻറ്റി ഓഫ് സാൽവേഷൻ, ഒരു രക്ഷയുടെ അച്ചാരം നമുക്ക് ലഭിക്കും. അപ്പം ജീവിതത്തിൻ്റെ അർത്ഥമുണ്ടാവും. നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ വരവിൻ്റെ പ്രതീക്ഷ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം മുഴുവൻ ഈ പ്രത്യാശയിൽ അധിഷ്ഠിതമാണ്. അവിടുത്തെ വരവിലൊരു പ്രത്യാശയുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മെ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വരുമെന്നുള്ള പ്രത്യാശ. അവിടുന്ന് മരിച്ചു ഉദ്ധാനം ചെയ്ത് പിതാവിൻ്റെ വലത് ഭാഗത്തായിരിക്കുന്നുവെന്നും മരിച്ചുരെയും ജീവിപ്പിക്കാൻ വേണ്ടി അവൻ വീണ്ടും വരുമെന്നും പിതാവ് വലത് ഭാഗത്തേക്ക് നമ്മളെ കുട്ടിക്കൊണ്ട് പോകുമെന്നുള്ള ആ ഒരു അന്തിമ വിധിയെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്. അവിടുത്തെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ. എന്നും അവിടത്തേക്ക് വേണ്ടി ജീവിക്കാമെന്ന പ്രത്യാശയും ആദിമ ക്രൈസ്തവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിനോടനുബന്ധിച്ച് ഈ ചൈതന്യത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. ആദിമ ക്രൈസ്തവർ ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ വന്നം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ പ്രാർത്ഥനയാണ് നമ്മുടേത്. കർത്താവായ ഈശോയെ വരണമേ. വെളിപാട് പുസ്തകം 22:20 കർത്താവായ ഈശോയെ വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവിനായുള്ള കാത്തിരിപ്പാണ്. ഈ കാത്തിരിപ്പ് നിഷ്ക്രിയമായ ഒന്നല്ല, മറിച്ച് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ഒരുങ്ങാനുള്ള ആവേശകരമായൊരു കാലഘട്ടമാണ്. കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കാത്തിരിക്കുന്നതല്ല. നമ്മൾ 10 കന്യകമാർ ഉപമയിൽ കാണുന്നത് പോലെ ക്ഷണിക്കപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ വന്നു എന്നുള്ളതല്ല, കരുതലോടെ കാത്തിരിക്കുകയാണ്. മണവാളൻ വരുന്നിടം വരെ നമ്മളിലുള്ള ദീപം, നമ്മളിലുള്ള പ്രകാശം കെട്ടുപോകാതെ അതിനുള്ള എണ്ണ കരുതി കാത്തിരിക്കണം. അപ്പം നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് വെറുതെ കാത്തിരിക്കുന്നതല്ല, വെറുതെയുള്ളൊരു കാത്തിരിപ്പല്ല, അത് നിഷ്ക്രിയമായൊരു കാത്തിരിപ്പാണ് എണ്ണ കരുതാത്ത സ്ത്രീകൾ ചെയ്തത്, മണവാളിനെ കാത്തിരുന്നത്. പക്ഷേ ഇവിടെ നിഷ്ക്രിയമായിട്ടുള്ള പ്രവർത്തനനിരതമായ ഒരു ആവേശകരമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കാനുള്ള പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് പറയുമ്പം പ്രത്യാശിച്ചുകൊണ്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയുള്ളതല്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ സഹ ഉത്തരവാദിത്തമാണ് എന്ത്? സുവിശേഷം പ്രസംഗിക്കുക, നമ്മുടെ ക്യാരിസത്തെ കണ്ടുപിടിച്ച് അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ സഹ ഉത്തരവാദിത്തങ്ങളാണെന്നൊക്കെ നമ്മൾ 12ാം ക്ലാസ്സിൽ കണ്ടതാണ്. ഇപ്പം നമ്മുടെ ഒരു ഉപസംഹാരമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഉപസംഹാരം നമുക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? നിത്യജീവനിലുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരികമായ ലക്ഷ്യം നൽകുന്നു നമ്മുടെ ജീവിതത്തിന്. ഇത് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ഇച്ഛാഭംഗത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അങ്ങനെ നമുക്ക് മഹത്വത്തിൻ്റെ കർത്താവിൻ്റെ വരവിനായ പ്രത്യാശയോടെ കാത്തിരിക്കാൻ സാധിക്കാതെ പോകും. അപ്പം അതുകൊണ്ട് ഇച്ഛാഭംഗം ഉണ്ടാകാതെ കർത്താവിൻ്റെ വരവിനായ പ്രത്യാശയോടെ കാത്തിരിക്കാൻ പറ്റുന്നവരായി തീരണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ഞാൻ നിത്യമായ ജീവിതത്തിലുള്ള പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുകയും കർത്താവിൻ്റെ വരവിനായുള്ള പ്രത്യാശയോടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ സഹനശീലത്തോടെ നേരിടും എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കുമോ? ചോദ്യം ഇതാണ്: ഞാൻ നിത്യമായ ജീവിതത്തിലുള്ള പ്രത്യാശയിൽ ഉറച്ചു നിൽക്കും, അതായത് നിത്യജീവനിലുള്ള പ്രത്യാശ ഞാൻ ഉറച്ചു നിൽക്കും, കർത്താവിൻ്റെ വരവിനായുള്ള പ്രത്യാശയോടെ ജീവിതത്തിലെ ക്ലേശങ്ങളെ സഹനശീലത്തോടെ നേരിടാനായിട്ട് സാധിക്കുമോ? വെറുതെ പ്രത്യാശയോടെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്, ആക്റ്റീവായിട്ട് ആവേശകരമായ രീതിയിൽ അവിടുത്തെ രണ്ടാമത്തെ വരവിനായിട്ട് തമ്പുരാനെ കണ്ടുമുട്ടാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിലെ ക്ലേശങ്ങളെ ഞാൻ സഹനശീലത്തോടെ നേരിടുമോ? എൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാം. തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.